ഈ ഡെലിവറിക്ക് ശേഷം പല സ്ത്രീകൾക്കും പൈൽസ് ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. പ്രത്യേകിച്ച് നാച്ചുറൽ ഡെലിവറി ആയിട്ടാണ് ബേബി ജനിച്ചതെങ്കിൽ. കുട്ടിയുടെ ഭാരം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ പെരിനിയം, അതുപോലെ തന്നെ ബെർത്ത് കനാൽ, റെക്ടം എല്ലായിടത്തും ഒരു വലിയ പ്രഷർ ഉണ്ടാകുന്നു. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും കാണിക്കില്ല, അധികം ദിവസം കഴിഞ്ഞാണ് ചിലപ്പോൾ അതേ ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ. അതുവരെ പലരും കുറേ ലാക്സേറ്റീവ്സ്, ക്രീംസ് തുടങ്ങിയവ മാത്രം ഉപയോഗിച്ച് മാനേജ് ചെയ്യാനായിരിക്കും ആദ്യം നോക്കാം. പക്ഷേ ഇതൊന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല എങ്കിൽ പൈൽസ് കൂടുതൽ വഷളാകാണ് ചെയ്യുന്നത്. സോ ശരിയായ ഒരു അനാലിസിസ് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി റെക്ടൽ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഡിസസെപ്ഷൻ ആണോ എന്ന് മനസ്സിലാക്കേണ്ടതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഈ ഡെലിവറി സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സ്, അതുപോലെ തന്നെ ബേബി വെയിറ്റ് എന്നിവ കാരണം നമ്മുടെ റക്റ്റത്തിന് സപ്പോർട്ട് നഷ്ടപ്പെടും. അപ്പോൾ ഈ റക്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗം തന്നെ അതിൻ്റെ അകത്തേക്ക് കയറിപ്പോകും. അതിനാണ് നമ്മൾ റെക്ടൽ ഇൻഡിസസെപ്ഷൻ എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പൈൽസിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സിമ്പിളായിട്ട് കാണേണ്ട ഒന്നല്ല. ഈ പോസ്റ്റ് പ്രഗ്നൻസി പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ, റെക്ടൽ ഹെവിനെസ്, ഫിഷർ, ഇൻഡിസസെപ്ഷൻ പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Velith Homeopathy on a mission to cure.